മണ്ഡലകാല വ്രതശുദ്ധിയുടെയും ശബരീശ പുണ്യദർശനത്തിൻ്റെയും മഹിമ തകർക്കുന്ന ആസൂത്രണമാണ് കഴിഞ്ഞ ദിവസം സന്നിധാനത്തുണ്ടായ ഭീതിജനകമായ അവസ്ഥയ്ക്ക് കാരണം. അയ്യപ്പൻ്റെ പുണ്യപൂങ്കാവനത്തിൽ ഒരിക്കൽ സംഭവിച്ചുകൂടാത്തത് സംഭവിച്ചിരിക്കുകയാണ്. പോലീസിൻ്റെ സർവ്വ നിയന്ത്രണങ്ങളും പാളിയതോടെ ഭക്തസഹസ്രങ്ങൾ നരകതുല്യമായ ദുരിതങ്ങൾ ഏറ്റുവാങ്ങി. പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിലെത്തി നെയ്യാടി അവർ മാല ഊരി. ഇത്തരം വീഴ്ചകൾ ആവർത്തിക്കപ്പെട്ടുകൂടാ. കൃത്യമായ ക്രമീകരണങ്ങൾ ശബരിമലയിൽ നടത്തിയേ പറ്റുകയുള്ളൂ. കോടതി ഇടപെടൽ ഏറെ ആശ്വാസകരം തന്നെയാണ്. പുതിയ പ്രസിഡന്റ് കെ ജയകുമാറിന് ഉത്തരവാദിത്തം നിറവേറ്റാൻ കഴിയണം. അവിശ്വാസികളുടെ പമ്പാ സംഗമത്തിന് പിണറായി സർക്കാർ ചെലവഴിച്ച കോടികൾ മണ്ഡലകാല മുന്നൊരുക്കങ്ങൾക്ക് ചെലവിട്ടിരുന്നുവെങ്കിൽ ഭീതിജനകമായ സാഹചര്യം മലമുകളിൽ അരങ്ങേറുമായിരുന്നില്ല. ഭഗവാന്റെ മുതൽ കക്കുന്ന തിരുട്ട് സംഘങ്ങളെ ദേവസ്വം ഭരണത്തിലും സന്നിധാനത്തിലും പൂർണ്ണമായും ഒഴിവാക്കണം. ഭക്തരുടെ കാണിക്കപ്പണം ഭക്തർക്ക് സൗകര്യമൊരുക്കാനാണ് ഉപയോഗിക്കേണ്ടത്. പ്രതിദിനം 90,000-ൽ പരം ഭക്തർക്കാണ് ശബരിമലയിൽ ദർശന സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. 70,000-ത്തിലധികം പേർ വെർച്വൽ ക്യൂ ബുക്കിങ്ങിലൂടെയും 20,000 പേർ സ്പോട്ട് ബുക്കിങ്ങിലൂടെയും ദർശനം നടത്തുന്നുണ്ട്. അധികമായി എത്തുന്ന 5,000 പേർക്ക് കൂടി അവസരം കണക്കാക്കി ദർശനം ഉറപ്പാക്കുന്നുണ്ട് എന്നാണ് അധികൃതർ പറയുന്നത്. അനുവദനീയമായ എണ്ണം ഭക്തർ മാത്രമേ സന്നിധാനത്ത് എത്തിയിരുന്നുള്ളൂ എന്നും വെർച്വൽ ക്യൂ ബുക്കിങ്ങിൽ അനുവദിച്ച സമയക്രമം പാലിക്കാതെ എല്ലാ ഭക്തരും ഒരുമിച്ച് മലകയറി എത്തിയതാണ് പ്രശ്നമായത് എന്നുമാണ് പോലീസ് പറയുന്നത്. ഈ വാദം ശരിയാണെങ്കിൽ ഒന്നാം പ്രതി പോലീസ് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. സമയക്രമം പാലിച്ചാണ് ഭക്തർ മലകയറുന്നത് എന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം പോലീസിന് തന്നെയാണുള്ളത്. കൃത്യമായ ആസൂത്രണത്തിലൂടെ നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെ പോലീസിന് ശരിയായി പ്രവർത്തിക്കാൻ സൗകര്യമൊരുക്കാതിരുന്ന ബോർഡും സർക്കാരുമാണ് 2-3 പ്രതികൾ. പ്രധാന ഇടത്താവളങ്ങളായ ഏറ്റുമാനൂർ, തിരുനക്കര, ചെങ്ങന്നൂർ, ആറന്മുള, പന്തളം, പത്തനംതിട്ട, എരുമേലി, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ തീർത്ഥാടകർക്ക് വിരിവെച്ച് വിശ്രമിക്കാൻ വേണ്ട സംവിധാനം അടിയന്തരമായി ഉറപ്പാക്കുക തന്നെ വേണം. സന്നിധാനത്തെ തിരക്ക് കുറയുന്നതിനനുസരിച്ച് മാത്രം ഓരോ ഇടത്താവളങ്ങളിൽ നിന്നും ഭക്തസംഘങ്ങൾ പുറപ്പെടുവാനുള്ള ക്രമീകരണങ്ങൾ നടത്തണം. നിലയ്ക്കൽ ബേസ് ക്യാമ്പിൽ വിപുലമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം. സംസ്ഥാന അടിസ്ഥാനത്തിൽ സെക്ടറുകൾ തിരിച്ച് 10,000 സ്ക്വയർ ഫീറ്റ് വീതം വിസ്തൃതിയുള്ള അടച്ചുറപ്പോടുകൂടിയ പന്തൽ ഓരോ സെക്ടറിലും ആവശ്യത്തിന് ശൗചാലയ ബ്ലോക്കുകൾ, കുടിവെള്ള വിതരണ സംവിധാനം, അന്നദാന ക്രമീകരണം, വിപുലമായ പാർക്കിംഗ് സൗകര്യം എന്നിവ ഉറപ്പാക്കുക തന്നെ വേണം. സന്നിധാനത്ത് തിരക്ക് കുറയുന്നതിനനുസരിച്ച് വേണം നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് ഭക്തരെ കടത്തിവിടാൻ. ഇതിന് ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ സംവിധാനം വിപുലവും ശക്തവുമാകണം. പമ്പ സന്നിധാനം ശരണപാതയിൽ ശബരിപീഠം മുതലാണ് ക്യൂ കോംപ്ലക്സുകൾ ഉള്ളത്. യാതൊരു അടിസ്ഥാന സൗകര്യവും ക്യൂ കോംപ്ലക്സുകളിൽ ഇല്ലതാനും. ഇവ വിശാലമാക്കുക തന്നെ വേണം. ഭക്തർക്ക് വിശ്രമിച്ച് യാത്ര തുടരാനുള്ള സംവിധാനം വേണം. കുടിവെള്ളം, ലഘുഭക്ഷണ വിതരണം എന്നിവയും ക്രമീകരിക്കുക തന്നെ വേണം. ഓരോ ക്യൂ കോംപ്ലക്സിനും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിൽ ബോർഡ് നേരിട്ട് സേവന സൗകര്യങ്ങൾ ഉറപ്പാക്കണം. 24 മണിക്കൂറും ടോയ്ലറ്റ് ബ്ലോക്കുകൾ ശുചിയായി വെക്കാനും ക്രമീകരണം വേണം. വലിയ നടപ്പന്തലിൽ തിക്കും തിരക്കും ഒഴിവാക്കി ഭക്തർക്ക് നിൽക്കാനും അംഗപരിമിതർക്കും രോഗാവശതയുള്ളവർക്കും ഇരിക്കാനും സൗകര്യം ഒരുക്കുക തന്നെ വേണം. കുടിവെള്ള വിതരണം മുടക്കമില്ലാതെ നടത്തണം. നിലയ്ക്കൽ, പമ്പ, വല്യാനവട്ടം, എരുമേലി, സന്നിധാനം എന്നിവിടങ്ങളിൽ നിസ്വാർത്ഥ സേവനം നടത്തിവന്ന അയ്യപ്പ സേവാ സംഘം, അയ്യപ്പ ധർമ്മ പരിഷത്ത്, ശബരിമല അയ്യപ്പ സേവാ സമാജം തുടങ്ങിയ സംഘടനകളെ ഇടത് സർക്കാർ വിലക്കിയത് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം തന്നെയാണ്. മണ്ഡല സീസണിൽ ഔഷധ കുടിവെള്ള വിതരണം, അന്നദാനം, സ്ട്രെച്ചർ സർവീസ് എന്നിവ നടത്തിവന്നത് ഈ സംഘടനകളാണ്. ശബരിമല കൊള്ളയ്ക്ക് വഴിയൊരുക്കാനാണ് ഈ സംഘടനകളുടെ പ്രവർത്തനം തടഞ്ഞത് എന്നുള്ള ആരോപണവും ശക്തം തന്നെയാണ്. രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ നിയമനം അവസാനിപ്പിക്കുകയും വിശ്വാസികളായ നിസ്വാർത്ഥ അംഗങ്ങളെ ഹൈക്കോടതി കണ്ടെത്തി നിയമിക്കുകയുമാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. നിലവിലെ 2 വർഷ കാലാവധി ദീർഘിപ്പിക്കണം. അയോഗ്യരെങ്കിൽ അംഗങ്ങളെ മാറ്റാൻ നിയമവും ഉണ്ടാക്കണം. സീസൺ തുടങ്ങുന്നതിന് 4 മാസം മുമ്പെങ്കിലും പുതിയ ഭരണസമിതിക്ക് ചുമതല കൈമാറുകയും വേണം. ക്ഷേത്രത്തിൻ്റെയും ഭക്തരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സേനയുടെ സേവനം ഉറപ്പാക്കുകയും വേണം.